ചരിത്രത്തിൽ നമുക്ക് കാണാം നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം അവരുടെ കാലഘട്ടത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം വലിയ സൈന്യത്തോടുകൂടെ പോകുമ്പോ എല്ലാവരും ഉണ്ടല്ലോ ആ സൈന്യത്തിൽ. നിർമ്മാതാക്കളുണ്ട്, മുങ്ങൽ വിദഗ്ധന്മാരുണ്ട്, മരം കയറാൻ പറ്റുന്നവരുണ്ട്, കാട്ടിൽ പോയി അധ്വാനിച്ച് പെട്ടെന്ന് സമ്പത്ത് കൊണ്ടുവരാൻ പറ്റിയവരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവിധ ശൈത്താന്മാരും സൈന്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നല്ല ശക്തന്മാരായ ജിന്നുകൾ ഫിരിത്തുകളൊക്കെ ഉണ്ട്. കടൽക്കരയിലെ സമീപത്തൂടെ നടന്നു പോകുമ്പോ മഹാനവറുകൾ വെറുതൊന്ന് പറഞ്ഞു, ഈ കടലിന്റെ ആഴിയിലേക്ക് ഒന്ന് ഓളിയിട്ട് പറന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിലപിടിപ്പുള്ളതോ അല്ലെങ്കിൽ അത്ഭുതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടെത്തി കൊണ്ടുവരാൻ പറ്റിയത് ആരാ ഉള്ളത്? അപ്പൊ മുങ്ങൽ വിദഗ്ധന്മാരായ ഗവ്വാസ്, നല്ല കഴിവുള്ള ആൾക്കാര് ജിന്നുകളെ കൂട്ടത്തുനിന്ന് അവരങ്ങോട്ട് ഇറങ്ങി. അവരാ മുങ്ങൽ വൈദഗ്ധ്യം എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളൊന്നും ഘടിപ്പിച്ചല്ല, അല്ലാത്ത രൂപത്തിൽ തന്നെയാണ്. നമ്മളെക്കാളും ആഴിയിലേക്ക് അവർ മുങ്ങിപ്പോയി. അവരെ കഴിവ് കൊണ്ട് അതിന്റെ ഉള്ളിലൊക്കെ തപ്പി വരും. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവർ കൊണ്ടുവന്നത് 1-ാം നമ്പർ കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിന്റെ വാതിലുകളൊക്കെ അബ്വാബുഹാ മഫ്തൂഹ, എല്ലാം ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഒരിറ്റ് വെള്ളം ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. അതവിടെ കൊണ്ടുവന്ന് കരയിൽ വെച്ചു. സുലൈമാൻ നബി അലൈഹി സ്വലാം അതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോ നല്ല സുമുഖനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഉള്ളില് ഇബാദത്തിലാണ്, സുജൂദിലാണ്. അത് കഴിഞ്ഞ് പ്രാർത്ഥനയിലാണ്. മഹാനവറുകൾ വെയിറ്റ് ചെയ്തു. അതിന്റെ വേറെ റൂമിലേക്ക് പോയി നോക്കുമ്പോ ഭക്ഷ്യവസ്തുക്കളുണ്ട്, എല്ലാം ഉണ്ട്. എവിടുന്നാ അത് പൊക്കിക്കൊണ്ടുവന്നത്? കടലിന്റെ ആഴിയിൽ നിന്നാണ്, വളരെ ആയത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നതാണ്. അപ്പൊ ചോദിച്ച് വിഷയങ്ങൾ ചോദിച്ചു നോക്കുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെയും നൂറ്റാണ്ടുകൾക്ക് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള 1500 അതിലധികം വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ ഇപ്പോഴും യുവത്വത്തിലാണുള്ളത്. എന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോ ഒന്നുമല്ല, ഉപ്പാന്റെയും ഉമ്മാന്റെയും പ്രാർത്ഥനയാണ് ഇങ്ങനെ ഒരു മഹത്വം കിട്ടിയത്. എന്താ ഉപ്പതുവായിരുന്നത്? പടച്ചോനെ, എന്റെ മകൻ ഇച്ഛിക്കുന്ന അത്രയും ആഗ്രഹിക്കുന്ന അത്രയും കാലം നിന്റെ ഇബാദത്തിലായിട്ട് നീ ദീർഘായുസം കൊടുക്കണം. ഉമ്മാന്റെ ദുആയിലും ഇതുണ്ട്. പക്ഷെ ഉമ്മാന്റെ ദുആയിലും ഒന്നുകൂടി ഉണ്ട്, വലാ തജ്അൽ ലിശ്ശൈത്വാനി അലൈഹി സബീല. ഈ കുട്ടിന്റെ ഇബാദത്തിലോ മറ്റോ പിന്തിരിപ്പനായിട്ട് ഒരു ശൈത്താനെയും നീ ഏൽപ്പിക്കരുത്. നല്ല സന്തോഷത്തോടുകൂടെ ഇബാദത്ത് ചെയ്യാൻ അത്രയും ആഗ്രഹിക്കുന്ന ദീർഘായുസ് നീ അങ്ങ് കൊടുക്കണം. അങ്ങനെ ദ്വാരുന്നതാണ്. ബാപ്പയും ഉമ്മയെയും ഒരുപാട് കാലം ഞാൻ കൊട്ടയിലേറ്റി നടന്ന് സംരക്ഷിച്ചിട്ടുണ്ട്. പ്രായാധിക്യത്തിൽ അവർക്ക് ഞാൻ ഖാദിമായി നിന്നു. എന്റെ വകയാണ് തളർന്നു കിടക്കുന്ന ബാപ്പയെയും ഉമ്മയെയും കുളിപ്പിച്ചതും ഭക്ഷണം കൊടുത്തതും തോളിലേറ്റി നടന്നതും പലപ്പോഴും എന്റെ തോളിലേക്ക് അവരെ ശരീരങ്ങൾ വെച്ച് ചുമന്ന് നടന്നതും കൊട്ടയിലാക്കി കൊണ്ടുനടന്നതും ഒക്കെ ഞാനാണ്. ഞാൻ എപ്പ ഭക്ഷണം കൊടുത്താലും ഉമ്മയും ദ്വാർക്കും ബാപ്പയും ദ്വാർക്കും. കണ്ണടക്കുന്നതിന്റെ മുമ്പും രണ്ടുപേരും അങ്ങനെ ദ്വാരുന്നു. എന്റെ മടിയിൽ കിടന്നിട്ടാണ് ബാപ്പയും ഉമ്മയും സന്തോഷത്തോടെ വിടവാങ്ങിയത്. ആ ഒരു ദുആഇന്റെ സൗന്ദര്യം കൊണ്ടാണ് ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഒരു പ്രശ്നമില്ലാതെ ഒരു വിഷമമില്ലാതെ ഞാൻ ഇതിന്റെ ഉള്ളിൽ കഴിയുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാം സന്തോഷം കൊണ്ട് ചോദിച്ചു, നിങ്ങളെ നമ്മളെ കൂടെ കൊട്ടാരത്തേക്ക് വരുന്നോ? ഈ ചരിത്രങ്ങളൊക്കെ കേട്ടപ്പോ ഒരു വല്ലാത്ത സംഭവമാണല്ലോ. നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വരുന്ന സൗകര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് തരാം. ഇല്ല, എന്നെ നിർബന്ധിപ്പിക്കരുത്. നിങ്ങൾ അള്ളാഹുവിന്റെ നബിയാണ്, ഞാൻ നിങ്ങൾക്ക് വിധേയപ്പെട്ടില്ല എന്ന് പറയരുത്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥാനത്ത് തന്നെ നിൽക്കാം. നിങ്ങളുടെ സഹായികളോട് എന്റെ സ്ഥാനത്തേക്ക് തന്നെ എന്നെ മടക്കാൻ പറഞ്ഞാൽ മതി. അതല്ലേ എന്തൊരു ഫലാണ്. ചില മഹാത്മാക്കളായ ഉമ്മമാരും ഉപ്പമാരൊക്കെ ചോദിച്ചത് മക്കൾക്ക് വേണ്ടി അങ്ങനൊക്കെ ചോദിക്കാൻ പറ്റുമോ ചിന്തിച്ചു പോകും. അത്രയും ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ചതിനൊക്കെ അത്രയും അസറാണ്. അതേ രൂപത്തിൽ തന്നെ തിരിച്ചുകൊണ്ട് നമ്മൾ നല്ല ഗൗരവത്തോടെ കണക്കാക്കേണ്ട, എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മക്കളിൽ നമുക്ക് എതിര് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. എന്ത്? ബിർറു ആബാഅക്കും തബിർറുക്കും അബ്നാഉക്കും. മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം, നിങ്ങളെ മക്കൾ നിങ്ങൾക്കും ഗുണം ചെയ്യും.
നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് ചെയ്യുമ്പോൾ, സേവനം ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മളെ മക്കൾ നമുക്ക് ഗുണം ചെയ്യും, സേവനം ചെയ്യും. ഒരാശങ്കയും വേണ്ട. അത് കിട്ടുന്ന ഒരു സന്തോഷമാണ്. പലരും മക്കളെ കാണാനില്ല, അവരെ കൊണ്ട് കാര്യമില്ല, ഉണ്ടായിട്ടും പുരയിലുണ്ടായിട്ടും വളർന്നിട്ടും ഒരു കാര്യമില്ല എന്നൊക്കെ പറയുമ്പോ അനുഭവിക്കുന്ന സുഖങ്ങൾ, സന്തോഷങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതിന്റെ കാരണം അവരുടെ വാപ്പക്കും ഉമ്മക്കും ഹിദ്മത്തിലായി വർത്തിച്ചത് കൊണ്ട് ഈ മക്കള് വാപ്പാനെ വിട്ടുപോകൂല, ഉമ്മാനെ വിട്ടുപോകൂല. അപ്പാക്ക് സുഖമില്ലാതായി, മോനെ ഇന്ന് കടയിൽ പോണില്ലേ, ഇന്ന് ഞാൻ ലീവാക്കിയാണ്, ഞാൻ കടക്കാരോട് വരൂലാണോ? അല്ല മോൻ പോയിക്കോ. അല്ല വാപ്പ ഞാൻ പോണില്ല, ഞാൻ നിങ്ങളെ കൂടെ ഇവിടെ ഉണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പോയിക്കോ. അല്ല എനിക്ക് പോകാന്ന് തോന്നുന്നില്ല, അവിടെ കൂടാ. എന്തിന്? എല്ലാവരും പോയിട്ട് ഞാൻ ഒറ്റക്കായി എന്ന് ഉപ്പാക്ക് തോന്നരുത്. എല്ലാ മക്കളും അവിടെ നിൽക്കുക. അങ്ങനെ 2-3 ദിവസം റെസ്റ്റോ കഴിഞ്ഞ് ഉപ്പ റാഹത്തോടെ എല്ലാരും നിങ്ങൾ പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്നൊക്കെ സന്തോഷം പറഞ്ഞപ്പോഴാണ് പിന്നെ ആ മക്കൾ പോകുന്നത്. ഇങ്ങനെ അവര് ആ ബാപ്പയെയും ഉമ്മയും ചുറ്റിപ്പറ്റി നോക്കാനുള്ള കാരണം എന്താ? ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ ഉപ്പയുടെ ഉപ്പയെയും ഉമ്മയെയും അതുപോലെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. ആ നോക്കിയതിന്റെ ഗുണമായിട്ട് അല്ലാഹു തആല നൽകുന്നതാണിത്. അതുകൊണ്ടാണ് ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്, ബിർറു ആബാഅക്കും തബിർറുക്കും അബ്നാഉക്കും. നിങ്ങളുടെ പിതാക്കൾക്ക്, മാതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും. നമ്മളെ ഇന്നും പറഞ്ഞ തൊട്ടു ഉടനെ അല്ലാഹു തആല പറയുന്നു, വബിദിൽ ഖുർബാ, കുടുംബക്കാരോടും സേവനം ചെയ്യണം. വല്യതാമ, ബന്ധം പുലർത്തേണ്ട വേറൊരു വിഭാഗമാണ് സമൂഹത്തിൽ അനാഥകൾ. വൽ മസാക്കീൻ, അഗതികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വിഭാഗമാണ് എണ്ണി പറഞ്ഞത്, യതീമുകളും മിസ്കീന്മാരും. തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് അവരോട്, രണ്ടാളോട്. അതുകൊണ്ടാണ് യതീം കുട്ടികളെ വീട്ടിലേക്ക് നിരന്തരം തങ്ങൾ ചെല്ലുന്ന പല വീടുകളും മദീനയിൽ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഒരു വീടാണ് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്. മഹാനവറുകൾ മൂത്തത്തിൽ ഷഹീദാകുമ്പോ മക്കൾ മുഴുവനും ചെറിയ പ്രായമാണ്. 33-ാമത്തെ വയസ്സിലാണ് ജാഫർ റളിയല്ലാഹു അൻഹു മൂത്തത്തിൽ ഷഹീദായത്. ആ വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ അത്ര തങ്ങൾ ശ്രമം നടത്തിയിട്ടുണ്ട്. ആഖിറത്തിലുള്ള ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ പദവികൾ പോലും തങ്ങൾ ആ മക്കളുടെ, ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ പത്നിക്കും ആ മക്കൾക്കും അവരെ ഉമ്മാക്കും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്നീ റഅയ്തു ജഅഫറൻ യതീറു മഅൽ മലായിക. ജാഫർ റളിയല്ലാഹു അൻഹു മലക്കുകളോടൊപ്പം സ്വർഗ്ഗത്തിൽ പാറി പറന്ന് നടക്കുന്നത് ഞാൻ കണ്ടു. ലഹു ജനഹാനി ഖളറാവാൻ, 2 ഭാഗത്തെ അവയവങ്ങളും ശത്രുക്കൾ വെട്ടിമാറ്റിയപ്പോ അല്ലാഹു സ്വർഗ്ഗത്തിൽ 2 പച്ച നിറത്തിലുള്ള ചിറക്, സങ്കടങ്ങൾ മാറ്റാനാണ് തങ്ങൾ പറഞ്ഞത്. ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന്, മക്കൾക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. സംഭാവന ബക്കറ്റ് വരുന്നുണ്ട്. നമ്മളൊക്കെ നല്ല സംഭാവന കൊടുക്കും. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ മജീദ് സഖാഫി പറഞ്ഞല്ലോ, മൂപ്പർക്ക് ഒരുപാട് കൊല്ലത്തെ അനുഭവം ഉണ്ട്. ഇവിടെ എല്ലാവരും നല്ലോണം തരും, അതുകൊണ്ട് എല്ലാവരും നല്ലോണം കൊടുക്കണം. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ വന്ന്, സെയ്തവറുകൾ വന്ന് നമ്മുടെ സദസ്സിൽ സമാപന പ്രാർത്ഥന നിർവഹിക്കും. നമ്മുടെ ഉറ്റവരുടേവരിലേക്ക് നമ്മൾ കൊടുക്കുന്ന സ്വതക്കകൾ കൺകുളിർമയാർന്ന അമലുകളാക്കി അല്ലാഹു എത്തിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർ ഈ കൊടുക്കുന്ന സ്വതക്കകളെ കൊണ്ട് വലിയ സന്തോഷങ്ങൾ അവർക്ക് അല്ലാഹു തആല ഏറ്റി നൽകുമാറാകട്ടെ. ഇരിക്കട്ടെ, ആ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അയൽവാസികളായ സഹോദരിമാരെ വിളിച്ച് തങ്ങൾ പറഞ്ഞു, അവര് ഭക്ഷണം ഉണ്ടാക്കുന്ന രൂപത്തിലൊന്നല്ല, അവർക്ക് വല്ലാത്ത ടെൻഷനാണ്. നിങ്ങൾ പോയിട്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ പുരേന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ആ ഉമ്മാക്കും ആ മക്കൾക്കും ഒക്കെ ഭക്ഷണം നിങ്ങൾ അവിടെ ഇരുത്തിയിട്ട് സന്തോഷത്തോടെ ഭക്ഷിപ്പിക്കണം എന്ന് തങ്ങൾ പറഞ്ഞു. ആ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ 3 മക്കളെയും എന്നും ഇടക്കിടക്ക് പോയി തങ്ങൾ മടിയിലിരുത്തിയിട്ട് തല തടവിയിട്ട് ഇങ്ങനെ ആനന്ദിപ്പിക്കും. അതിൽ ചെറിയ കുട്ടി ചോദിച്ച ചോദ്യത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടം സഹിക്കാതെ കരഞ്ഞുപോയത്.
ഉപ്പ എന്നാ വരാന്നൊരു ചോദ്യം ചോദിച്ചു ആ ചെറിയ കുട്ടി. ആ കുട്ടിക്കറിയില്ലല്ലോ ജാഫർ റളിയല്ലാഹു അൻഹു ഷഹീദായ വിവരം. ഉപ്പ എന്നാണ് വരാന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറോട് ചേർത്തി പിടിച്ചു. തങ്ങൾ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ വീണുപോയി. അവിടുത്തെ വിശാലമായ റഹ്മത്ത് റഅഫത്ത് കൊണ്ട് ആ മക്കളെ ഏറ്റെടുത്ത് സന്തോഷം പറഞ്ഞ് എന്നും സമ്പർക്കത്തിലായി സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ എല്ലാ ദിവസവും കാണുകയും നോക്കുകയും ചെയ്ത് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയെടുത്തു. പിൽക്കാലത്ത് നിങ്ങൾ നോക്ക്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരെ ചരിത്രത്തിൽ കാണാം. എവിടെ പോകാണെങ്കിലും അവരെ കൂടെ ഉണ്ടാകുന്നൊരു മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പോകുമ്പോ ജാഫർ തങ്ങളെ മോനെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ടേ പോകാറുള്ളൂ. രണ്ടുപേരും ഹജ്ജിന് പോകുന്ന സമയത്തും ജാഫർ തങ്ങളെ മോനെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി നിങ്ങളും വരും, നമുക്ക് ഒരുമിച്ച് പോകാം. കാരണം ആ രണ്ട് മക്കളും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കണ്ടിട്ടുണ്ട്. ഇവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിപ്പിക്കുന്നതും തലോടുന്നതും അവർക്ക് സ്നേഹങ്ങൾ കൊടുക്കുന്നതും അവരെ വീട്ടിൽ ഇടക്കിടക്ക് തങ്ങൾ പോകുന്നതും ഇടക്കിടക്ക് എന്ത് ഹദിയകൾ കിട്ടുമ്പോഴും കൊണ്ടുപോയി കൊടുക്കുന്നതും ക്ഷേമ ഐശ്വര്യങ്ങൾ അന്വേഷിക്കുന്നതും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പൗത്രന്മാർ രണ്ടുപേരും അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. ഹജ്ജിന് പോകുന്ന സമയത്ത് മൂന്ന് പേരും ഹജ്ജിന് പോകുകയാണ്. പോകുമ്പോൾ അവരുടെ കൂടെയുണ്ടായിരുന്ന സാധന സാമഗ്രികൾ ആരോ അപഹരിച്ചു പോയി. ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പ് അവരുടെ കയ്യിലുണ്ടായിരുന്നു, മൂന്ന് പേരുടെയും കയ്യിൽ. യാത്രക്ക് വേണ്ട ചെലവുണ്ടായിരുന്നു, പക്ഷേ ആരോ അപഹരിച്ചു, കട്ടെടുത്ത് കൊണ്ടുപോയി. ഇനി എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? യാത്ര മുന്നോട്ട് നീങ്ങിയപ്പോൾ വിശപ്പും ദാഹവും വന്നു. ഒരു സ്ഥലത്ത് അവര് വാഹനത്തിൽ നിന്നിറങ്ങി, ഈ വീട്ടിലെ സമ്പത്ത് ഒരു ആട് മാത്രമാണ്, ആ ആടിന് പാലുണ്ടെങ്കിൽ മക്കൾ കറന്നു കുടിച്ചോളൂ എന്ന് പറഞ്ഞു. അവര് പാൽ കറന്നു, മൂന്ന് പേരും കുടിച്ചു. ദാഹം മാറിയപ്പോ അൽഹംദുലില്ലാഹ് ഉമ്മാക്ക് വേണ്ടി അവര് സന്തോഷങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് അല്ലാഹു വലിയ ഖൈർ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിപ്പോ ദാഹം മാറി, പക്ഷേ വിശപ്പും മാറ്റി തരുമോ ഉമ്മ? ഉമ്മ പറഞ്ഞു, ഈ മൂന്ന് മക്കളെയും കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ആകെ ഒരു ആടേ ഉള്ളൂ, അതിനെ അറുത്ത് ഞാൻ വേവിച്ച് ഭക്ഷണമാക്കി തരാം. ഒരൊറ്റ ആടിനെ അറുത്ത് ആ മൂന്ന് പേർക്കും ഭക്ഷണമാക്കി സന്തോഷത്തോടെ കൊടുത്തു. ഭർത്താവ് വീട്ടിലില്ല. അവര് പറഞ്ഞു, ഞങ്ങള് നഹ്നു നഫറും മിൻ ഖുറൈശ്, ഖുറൈശ് ഖബീലയിൽപ്പെട്ട ആളുകളാണ് ഞങ്ങള്. നിങ്ങൾ മദീനയിലേക്ക് വരുമ്പോ ഞങ്ങളെ കണ്ടിട്ടേ തിരിച്ചു പോകാവൂ, അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ മക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇതിലെ വരാൻ പറ്റിയാൽ ഞങ്ങൾ ഇതിലെ വരും, വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ അന്വേഷിക്കണം. പേരും മേൽവിലാസങ്ങളൊക്കെ നൽകി. എന്നിട്ട് തിരിച്ചുപോയി. വൈകുന്നേര സമയമായപ്പോ ഭർത്താവ് വന്നു. ആടെവിടെയെന്ന് ചോദിച്ചു. ആടിനെ ഞാൻ ഇങ്ങനെ ബലി കഴിച്ച് ഒരു നല്ല 3 പേരടങ്ങുന്ന ഒരു സംഘം ഇവിടെ വന്നിരുന്നു. ഹജ്ജിന് പോകുന്നവരാണ്. അവരെ കൂടെയുള്ള സാമഗ്രികളൊക്കെ ആരോ കട്ടുകൊണ്ടുപോയി. ചെലവിനുള്ളതൊക്കെ അതിന്റെ കൂട്ടത്തിലാണുള്ളത്. ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അതിനെ അറുത്ത് ഭക്ഷണം കൊടുത്തു. ഭർത്താവ് ദേഷ്യപ്പെട്ടു, നമുക്കാകെ സമ്പാദ്യമായിട്ടുള്ള ഒരു ആടിനെ ഖുറൈശികളാണെന്ന് പറഞ്ഞപ്പോഴേക്ക് നിങ്ങളങ്ങ് കൊടുത്തോന്ന് ചോദിച്ചു. ആ ഉമ്മ സഹിച്ചു, ഒന്നും മറുപടി പറഞ്ഞില്ല. ചരിത്രം അങ്ങനെ പറയുന്നു. ഹജ്ജ് കഴിഞ്ഞ് അത് വഴിക്ക് അവർക്ക് മടങ്ങി വരാൻ പറ്റിയില്ല. മദീനയിലേക്ക് അവരെത്തി. വർഷങ്ങൾ 10-12 വർഷങ്ങൾക്ക് ശേഷം ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഒരു ഭാര്യയും ഭർത്താവും 2 കൊട്ടയിൽ ഒട്ടകത്തിന്റെ കാഷ്ടങ്ങൾ ഇങ്ങനെ പെറുക്കിയെടുക്കുന്നത് കണ്ടു. ഒട്ടകത്തിന്റെ ഉണക്ക കാഷ്ടങ്ങൾ അത് വളമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് വിൽപ്പന നടത്തിയിട്ട് ഭക്ഷണത്തിനും മറ്റുമുള്ള വകുപ്പ് കണ്ടെത്താനാണ്. ഹസൻ റളിയല്ലാഹു അൻഹു തുറച്ചു നോക്കി. ഉമ്മാൻ എവിടോ കണ്ടു പരിചയമുണ്ടല്ലോ. കുറെ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഈ ഉമ്മ ആയിരിക്കുമല്ലോ അന്ന് നമുക്ക് പാല് തന്നതും ആടിനെ അറുത്തതും ഈ ഉമ്മ തന്നെയല്ലേ. ഒന്ന് സംസാരിച്ചു നോക്കിയ ശബ്ദം കേട്ടാൽ മനസ്സിലാവും. ഉമ്മാനോട് ചുമ്മാങ്ങൾ എവിടെ, നാട് വീട് എവിടെ, വീടും നാടൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത് അതന്നെയാണ്, അതേ ഉമ്മ തന്നെയാണ്. നിങ്ങളെന്താ ഇവിടെ? മോനെ, ഞങ്ങള് ദാരിദ്ര്യം കൊണ്ട് പുറത്തിറങ്ങിയതാണ്, ജീവിക്കാൻ വകുപ്പില്ല.
അത് കേട്ടപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ റഅഫത്തും റഹ്മത്തുമാണല്ലോ ഇവരെ ശിരകളിലൂടെ ഓടുന്നത്. തങ്ങളിൽ നിന്ന് കാണുന്ന കിട്ടുന്ന അതേ കാരുണ്യവും ആ കൃപയും അത് മനസ്സിലാക്കാൻ ഏറ്റവും അവിടുത്തെ താവടി അവിടുത്തെ മക്കളെയും പേരമക്കളെയും നോക്കലാണ്. അത് നോക്കിയാൽ അത് ശരിക്ക് തിരിയും. അപ്പൊ ഉമ്മാനെ വിളിച്ചു, നിങ്ങൾ വരീന്ന് പറഞ്ഞു. ഭർത്താവിനും വിളിച്ചോളിന്ന് പറഞ്ഞു. ആ കൊട്ടകളൊക്കെ അവിടെ വെച്ചിരിക്കുക, അതൊന്നും വേണ്ട, അതൊന്നും എടുക്കണ്ട, വരീന്ന് പറഞ്ഞു. വീട്ടിൽ കൊണ്ടുപോയി നല്ലോണം സൽക്കരിച്ചിട്ട് പറഞ്ഞു, എന്താ വേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിച്ചോളൂ, എന്തും തരാന്ന് പറഞ്ഞു. നിങ്ങളാണ് അന്ന് എന്നെയും എന്റെ സഹോദരൻ ഹുസൈൻ റളിയല്ലാഹുവിനെയും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹിബിൻ ജാഫർ റളിയല്ലാഹുവിനെയും 3 പേരെ സൽക്കരിച്ച് നിങ്ങളാണ്. ഉമ്മ പറഞ്ഞു, മക്കളെ എനിക്കതൊന്നും ഓർമ്മല്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ തന്നെയാണ് ആള്. വീട് ആ സ്ഥലത്തല്ലേ? അതെ. സ്ഥലമൊക്കെ പറഞ്ഞപ്പോ കറക്റ്റാണ്. ഉമ്മാക്ക് അതൊക്കെ മറന്നുപോയിട്ടുണ്ട്. പക്ഷെ ഹസൻ ബിൻ അലി റളിയല്ലാഹു മറന്നിട്ടില്ല, നിങ്ങൾ തന്നെയാണ് ഭക്ഷണം തന്നത്. അതുകൊണ്ട് നിങ്ങളെ വെറുതെ വിടാൻ പറ്റൂല. എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചോളൂ, തരാം. 2 പേരും മൗനം പാലിച്ചപ്പോ ഹസൻ റളിയല്ലാഹു അൻഹു അപ്പുറത്തുള്ള പരിചാരകനോട് പറഞ്ഞു, സഹായിയോട് പറഞ്ഞു, 1000 ദീനാറും 1000 ആടുകളെയും കൊടുക്കൂ. ഇനി ഒരിക്കലും ഇവരെ കുടുംബത്തിലോ മക്കളിലോ പേരമക്കളിലോ പട്ടിണി വരാൻ പാടില്ല. പ്രാരാബ്ദം കൊണ്ട് ബുദ്ധിമുട്ടാൻ പാടില്ല. നല്ല ഐശ്വര്യത്തോടെ ക്ഷേമത്തോടെ ജീവിക്കണം. കുട്ടിക്കാലത്ത്, കൗമാരപ്രായത്തിൽ, യൗവനത്തിൽ, അതിനുശേഷം വിവാഹത്തിന്റെ മുമ്പും ശേഷമൊക്കെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയിരുന്ന, ലാളിച്ചിരുന്ന, ഭക്ഷണം കൊടുത്തിരുന്ന ഉമ്മമാരെയും സന്തോഷിപ്പിച്ചിരുന്നവരെയും പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷങ്ങൾ കൊടുത്ത് സ്വീകരിച്ചതുപോലെ ഈ മക്കളും അതാ ഈ ഉമ്മാനെയും ഉപ്പാനെയും സ്വീകരിക്കാൻ കൊടുത്തു. ഹസൻ റളിയല്ലാഹു അൻഹു കൊടുത്തു. 1000 ദീനാർ കൊടുക്കാൻ പറഞ്ഞു. വീട്ടിലുള്ള ഖിദ്മത്ത് എടുക്കുന്ന ആളോട് 1000 ദീനാർ എണ്ണിക്കൊടുത്തു. 1000 ആട്, ഒരാടിന്റെ ഇറച്ചി കൊണ്ടാണ് ഈ 3 പേരും സൽക്കരിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഇവരെ വിടരുത്, നേരെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം, ഞാൻ ഈ പറഞ്ഞതുപോലെ പരിചയപ്പെടുത്തി കൊടുക്കണം, അന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഉമ്മയാണെന്നൊക്കെ പറയണം, എന്നിട്ട് അവരെ വകയുള്ളതും വാങ്ങണം. എന്റെ വക്കെന്ന് കിട്ടിയിട്ട് മാത്രം പോകരുത്, അവരെ വകയും വാങ്ങണം. ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ ഖാദിമിനോട് ചോദിച്ചു, എന്താണ് സഹോദരൻ ഹസൻ റളിയല്ലാഹു അൻഹു എന്താ കൊടുത്തത്? 1000 ദീനാറും 1000 ആടും കൊടുത്തിട്ടുണ്ട്. എന്നാ ഞാനും കൊടുക്കുന്നു, ഒരു 1000 ദീനാറും 1000 ആടും. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ രണ്ടാളും മാത്രമല്ല യാത്രയിലുള്ളത്, അബ്ദുല്ലാഹിബിൻ ജാഫർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അങ്ങോട്ടും കൊണ്ടുപോകണം, അവരെ വകയും കിട്ടട്ടെ. ഈ കുടുംബം അന്ന് ഞങ്ങളെ സൽക്കരിച്ചില്ലേ? ഒന്നും ഇല്ലാത്ത സമയത്ത് മരുഭൂമിയിൽ ആരാ ഞങ്ങൾക്ക് തരാനുള്ളത്? എവിടുന്നാ വെള്ളം കിട്ടാനുള്ളത്? അന്ന് പാല് കറന്നിട്ട് കുടിക്കാനാണ് ഈ ഉമ്മ പറഞ്ഞത്. ഉമ്മയും ബാപ്പയും രണ്ടുപേരും കൂടി വാങ്ങിയ ആട്, അവര് പോറ്റി വളർത്തുന്ന ആടിനെ, ഒരൊറ്റ സമ്പാദ്യമായ ഒരു ആടിനെ മാത്രം ഞങ്ങൾക്ക് വേണ്ടി ബലിയെറുത്ത് ഭക്ഷണം തന്ന് സന്തോഷിപ്പിച്ചില്ലേ? അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല, അത്രയും വലിയ സന്തോഷം. അതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന അത്രയും കൊടുക്കണം. അബ്ദുല്ലാഹിബിൻ ജാഫർ റളിയല്ലാഹു അൻഹു കൊണ്ടുപോയപ്പോ മഹാനവർകൾ പറഞ്ഞു, നിങ്ങൾ ആദ്യം കൊണ്ടുപോയത് അങ്ങോട്ടായി പോയല്ലോ, ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നാല് അവരെ ക്ഷീണിപ്പിക്കുന്ന വിധത്തിൽ ഞാൻ ഇഷ്ടം പോലെ കൊടുക്കുമായിരുന്നു എന്ന്. എന്റെ സഹോദരങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്താ കൊടുത്തതെന്ന് വെച്ചു. അപ്പൊ കൊണ്ടുപോയ ആള് പറഞ്ഞു, ഓരോരുത്തരും 1000 ദീനാറും 1000 ആടും കൊടുത്തിട്ടുണ്ട്. അവര് രണ്ടാളും സഹോദരങ്ങളല്ലേ, എന്നാ പിന്നെ എന്റെ വക 2000 ദീനാറും ഒരു 2000 ആടുകളെയും കൊടുക്കുന്നു. 4000 ആടുകളെയുമായിട്ടാണ് ആ കുടുംബം മദീനയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നത്. ആ മനസ്സിൽ വന്ന ഒരു സന്തോഷം സഹോദരങ്ങളെ, അത് നിർവചിക്കാൻ കഴിയൂല. അങ്ങനെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു പാരമ്പര്യം എവിടുന്നാ കിട്ടിയത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. ഒരു മൂമിനായ മനുഷ്യനെ, അല്ല വേണ്ട ഒരു പാവപ്പെട്ട മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഇത്രയും നല്ലൊരു അമല് വേറല്ല. അവരെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ സ്വഹാബത്തിൽ നിന്ന് കണ്ടാൽ തങ്ങളേറെ സന്തോഷിക്കും. തങ്ങൾ സങ്കടപ്പെട്ടതും സന്തോഷിച്ചതുമായ നിമിഷങ്ങൾ പറഞ്ഞപ്പോ കൂട്ടത്തിൽ മഹാന്മാർ എണ്ണി പറഞ്ഞതാണ്, പാവപ്പെട്ട കുറച്ച് മുസ്ലിങ്ങളായ ആളുകൾ, പുതുമുസ്ലിങ്ങളാണ്, അവർ തങ്ങളടുത്തേക്ക് വന്നപ്പോ അതിൽ പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട്, കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളാണ്. അവരെ കയ്യിൽ ഒരു കൊട്ടയുണ്ട്, ഭക്ഷ്യവസ്തുക്കൾ ഇടുന്ന കൊട്ട, കൊട്ടൊക്കെ കാലിയാണ്. ഈ കൊട്ടയും ഈ വസ്ത്രവും കൊണ്ട് തങ്ങളൊന്നിങ്ങനെ തലതാഴ്ത്തി സങ്കടം കൊണ്ട്
പടച്ചോനെ, വസ്ത്രം ധരിക്കാൻ പോലും ഇല്ലാത്ത ആളുകളാണല്ലോ ഈ പാവപ്പെട്ട മുസ്ലിങ്ങൾ. ഭക്ഷണം കഴിക്കാൻ വിശപ്പടക്കാനൊന്നുമില്ലല്ലോ. സങ്കടം കൊണ്ട് തങ്ങൾ തല താഴ്ത്തിയപ്പോ ആ സങ്കടം ശരിക്കും മനസ്സിലാക്കിയ സ്വഹാബ സദസ്സിൽ നിന്ന് എഴുന്നേറ്റുപോയി. പിന്നെ തങ്ങൾ തലപൊക്കി നോക്കുമ്പോ തങ്ങളെ മുന്നിലുള്ളത് കൗമാബൈൻ, രണ്ട് കൂമ്പാരങ്ങളാണ്. കൗമത്തും മിൻ ത്വആം വകൗമത്തും മിൻ ലിബാസ്. വസ്ത്രത്തിന്റെ ഒരു കൂമ്പാരവും ഭക്ഷണത്തിന്റെ ഒരു കൂമ്പാരവും എല്ലാവരും കൊണ്ടുവന്ന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭം കണ്ടപ്പോ സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ശൈഅ. ഇതേ പ്രവർത്തനം ഖിയാമത്ത് നാൾ വരെ നിങ്ങളെ പിൻപറ്റിക്കൊണ്ട് ആര് ചെയ്യുന്നോ സഹാബ, അതിന്റെയൊക്കെ നല്ലൊരു ശതമാനം കൂലി നിങ്ങൾക്കുണ്ട്. നിങ്ങളാണ് ഈ നല്ല മാതൃക ഇവിടെ കാണിച്ചത്. ഞാൻ നിങ്ങളോട് കൊണ്ടുവരാൻ പറഞ്ഞില്ലെങ്കിലും എന്റെ ഭാവം നിങ്ങൾ മനസ്സിലാക്കി, എന്റെ വിഷമവും സങ്കടവും മനസ്സിലാക്കി നമ്മളെ ഇഖ്വാനുകളായ മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇത്രയും വലിയ സമ്പാദ്യം നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നു. എല്ലാവർക്കും തങ്ങൾ വസ്ത്രം എടുത്തു കൊടുത്തു. ആ വസ്ത്രം ധരിച്ചപ്പോൾ അവരെ മുഖത്ത് കണ്ട സന്തോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും ഏറെ സന്തോഷഭരിതരാക്കി. അവരുടെ കൊട്ടകളിൽ ഭക്ഷ്യവസ്തുക്കൾ നിറച്ചു കൊടുത്തു. ആ പാരമ്പര്യത്തിൽ നിന്നാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹു അവർ ഈ വിഷയം പഠിച്ച് സമൂഹത്തിന് വേണ്ടിയുള്ള സേവനങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് യതീമുകളും മിസ്കീന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള രണ്ട് വിഭാഗങ്ങളാണ്. അതുകൊണ്ട് ഒരു യതീമിനെ കണ്ടാൽ ഉമ്മമാരെ, സഹോദരങ്ങളെ വെറുതെ വിട്ടേക്കരുത്. യതീമിന്റെ തല തടവൽ സുന്നത്തുണ്ട്. എത്ര സമയം, എത്ര നേരം, എത്ര രോമങ്ങളാണോ കൈകൊണ്ട് തടവുന്നത്, ഓരോ രോമത്തിന്റെയും കണക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസനത്ത് തരുന്നു, നന്മ തരുന്നു, മഗ്ഫിറത്ത് തരുന്നു. കാന ലഹു ബികുല്ലി ശഅറത്തിൻ തമുറു അലൈഹാ യദുഹു ഹസന. കൈ സഞ്ചരിക്കുന്ന, തൊടുന്ന ഓരോ രോമത്തിന്റെയും മുടിയുടെയും കണക്കനുസരിച്ച് അല്ലാഹു നന്മ കൊടുക്കുന്നു. ചെറുതല്ലതൊരു വലിയ സമ്പത്താണ്, വലിയ മുതലാണ്. യതീമിന്റെ തല തടവിയാൽ നമ്മുടെ മനസ്സ് ലോലമായി കിട്ടും, നമ്മുടെ മനസ്സ് സന്തോഷമായി കിട്ടും. യതീമിനെ പരിഗണിക്കണം. കുടുംബത്തിൽ ഒരു യതീം ഉണ്ടെങ്കിൽ ആ യതീമിനെ പരിഗണിച്ച് സ്വർഗം പുൽകണം. ആ യതീമിനെ നമ്മൾ അവിടെ ചേർക്കല്ലേ, ഇവിടെ ചേർക്കല്ലേ എന്ന് പറയുന്നതിന് പകരം ഏറ്റെടുക്കാൻ കഴിവുള്ള ആളുകൾ മുന്നോട്ട് വരണം. സ്വന്തം മകനെ പോലെ, മകളെ പോലെ പരിരക്ഷിക്കാനുള്ള സന്നദ്ധത വേണം. എന്നാൽ ദുനിയാവിലും അതുകൊണ്ട് ഖൈറാണ്, ആഖിറത്തിലും ഖൈറാണ്. ഖൈറു ബൈത്തിൽ മുസ്ലിമീന ബൈത്തുൻ ഫീഹി യതീമുൻ യഹ്സുനു ഇലൈഹി. മുസ്ലിങ്ങളുടെ വീടുകളിൽ ഏറ്റവും നല്ല വീട് യതീം താമസിക്കുന്ന വീടാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടുകാർ ആ യതീമിന് ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, പഠനങ്ങൾ നൽകുന്നു, വളർത്തിക്കൊണ്ടുവരുന്നു. ഏറ്റവും നല്ല വീടാണ്. മുസ്ലിം കുടുംബങ്ങളിൽ ഏറ്റവും നല്ല കുടുംബമാണ് യതീമുകളെ നോക്കുന്ന കുടുംബം. അവരെ വളർത്തുക, അവരെ നന്നാക്കുക, അവർക്കൊരു സ്ഥായിയായ വരുമാനവും അവസ്ഥയും എത്തുന്നത് വരെ അവരെ വിടാതെ അവർക്ക് സംരക്ഷണം ഏറ്റെടുത്ത് നടത്തുക. പിന്നെ അടുത്ത അയൽക്കാർ, അകന്ന അയൽക്കാർ. ഒരു തഫ്സീർ അങ്ങനെയാ, മറ്റൊരു തഫ്സീർ കുടുംബ ബന്ധമുള്ള അയൽവാസികൾ, കുടുംബ ബന്ധമില്ലാത്ത അന്യരായ അയൽവാസികൾ. അടുത്ത അയൽക്കാരും അകന്ന അയൽക്കാരും രണ്ടുപേരും നമ്മുടെ സേവനവും
ബർക്കത്തുമൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. വിശാലമായ സമ്പത്ത് അല്ലാഹു നൽകുന്നുണ്ടെങ്കിൽ അടുത്ത അയൽക്കാരായ തെക്ക് വടക്ക് പടിഞ്ഞാറ് 40 വീടുകൾ, മൊത്തം 120 വീടുകൾ, 160 വീടുകൾ നമുക്ക് അടുത്ത അയൽക്കാരാണ്. അതിനപ്പുറമുള്ളവർ അകന്ന അയൽക്കാരാണ്. അയൽവാസികളോട് നല്ല സ്നേഹം വേണം, സേവനം വേണം. നമ്മൾ നല്ലവരാണ് എന്ന് അറിയാനുള്ളൊരു മാർഗമാണത്. അയൽവാസികളോടുള്ള നല്ല ബന്ധവും നല്ല സ്നേഹവും. ഞാൻ നല്ല ആളാണ് എന്ന് എങ്ങനെ അറിയും നബിയെ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സൽ ജീറാനക്, നിന്റെ അയൽവാസികളോട് ചോദിക്കും. ഡയറക്റ്റ് ആയി ചോദിക്കണ്ട, അപ്പൊ ഒരു നല്ലതേ പറയുള്ളൂ, വേറെ ആൾ കൊണ്ട് ചോദിപ്പിച്ചാൽ മതി. അയൽവാസികൾ പറയാണ് നീ നല്ല ആളാണ്, നീ നല്ല ആളാണ്. നീ മോശക്കാരനാണ് എന്ന് അവര് പറഞ്ഞാൽ നീ മോശക്കാരനാണ്. അപ്പൊ നിന്റെ സഹവാസവും സഹവർത്തിത്വവും ബന്ധവും കൊണ്ടാ നീ നല്ല ആളാകണ്ടേ. ക്ഷമ വേണം, സഹകരണം വേണം. അയൽവാസികളോട് നിന്റെ കൃപയും നിന്റെ റഹ്മത്തും ഒക്കെ വേണം. അവിടെ സങ്കടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നീ സന്തോഷിക്കല്ല, അവരെ കൂട്ടത്തിൽ ആ സങ്കടങ്ങൾ നികത്താൻ വേണ്ടി നീ കഠിനാധ്വാനം ചെയ്യണം, പരിശ്രമിക്കണം. എപ്പോൾ വന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യേണ്ട വീട്ടുകാരാണ് അയൽവാസികൾ. അവര് പാതിരാത്രി വന്ന് വാതിലിൽ മുട്ടി വിഷമം പറയാൻ പാടില്ല. എന്താ ഉപ്പാക്ക് തീരെ സുഖല്ല, നിങ്ങളെ വണ്ടി ഒന്ന് എടുത്ത് സഹകരിക്കും. എന്ത് ചോദിക്കാനാ? മുഖം കഴുകി കട്ടൻ ചായ കുടിച്ച് വണ്ടി എടുത്ത് ഉടനെ പുറപ്പെടണ്ടേ? എന്താണ് ആ ബന്ധം? അയൽവാസി എന്ന ബന്ധമാണ്. അത് ഖുർആൻ എണ്ണി പറഞ്ഞ സേവനം ചെയ്യേണ്ട, ബന്ധം പുലർത്തേണ്ട പ്രധാനപ്പെട്ട ഒരു തലമാണ് അയൽക്കാർ. അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല, വിഷമിപ്പിക്കാൻ പാടില്ല. ഞാൻ ആ ഭാഗം നീണ്ട് സംസാരിക്കുന്നില്ല. അവരോടുള്ള കടമകളും കടപ്പാടുകളും നിർവഹിക്കണം. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നറിയ ഒരു ഹദീസിൽ, അയൽവാസികളോടുള്ള കടപ്പാടുകളൊക്കെ പറഞ്ഞൊരു ഹദീസിൽ തങ്ങൾ പറഞ്ഞു, നിന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും പലഹാരം കൊണ്ടുവരുമ്പോ അപ്പുറത്തുള്ള അയൽവക്കത്തുള്ള വീട്ടിലെ കുട്ടികൾക്കത് കൊടുക്കാൻ നിന്റെ കയ്യിലില്ലെങ്കിൽ, വകുപ്പില്ലെങ്കിൽ, കൊണ്ടുവന്നതില്ലെങ്കിൽ മക്കളെ പുറത്തേക്ക് വിടരുത്. അത് കണ്ട് അയൽവക്കത്തെ കുട്ടികൾ, ഉമ്മ നമ്മളെ മറ്റേ കുട്ടീന്റെ കയ്യിൽ ഞാൻ ഇന്നത് കണ്ടു, എനിക്കും അത് വേണം, എനിക്കും അത് വേണം എന്ന് താല്പര്യപ്പെട്ട് നമ്മളെ കുട്ടിയുടെ കയ്യിലുള്ളത് കാണുമ്പോ അവർക്കും കൊടുക്കാനുണ്ടെങ്കിൽ പുറത്തേക്ക് വിട്ടാൽ മതി. അല്ലെങ്കിൽ വീട്ടിന്റെ അകത്ത് തന്നെ നിന്ന് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞ അയൽവാസിയുടെ കുട്ടിക്ക് നമ്മളെ കുട്ടിയുടെ കയ്യിലുള്ളത് കണ്ടിട്ട് ഒരു മോഹം വന്ന് കൊടുക്കാനില്ലെങ്കിൽ പുറത്തേക്ക് വിടരുത് എന്ന് പറയുമ്പോ അത്രത്തോളം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, സങ്കടപ്പെടുത്തരുത്. അത്രമാത്രം ബാധ്യതകളും വിഷയങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ അത് വല്ലാത്തൊരു ബന്ധം തന്നെയാണ്, കടപ്പാട് തന്നെയാണ്, ചേർക്കേണ്ട ഒരു ബന്ധമാണ്. വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ് വസ്സാഹിബി ബിൽ ജംബി. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തലത്തിൽ ബന്ധം സ്ഥാപിച്ച ആളുകൾ ഉണ്ടാകും. ഹജ്ജിന് പോയപ്പോഴുള്ള സഹവാസമാണ്. ഒരുപാട് കാലം ഒരുമിച്ച് പഠിച്ചവരാണ്, ജോലി ചെയ്തവരാണ്, അല്ലെങ്കിൽ ജോലി ചെയ്തപ്പോ തൊട്ടടുത്തുള്ള പുരക്കാരായിരുന്നു, വെള്ളം കൊണ്ടുവന്നവരാണ്, ചായ തന്നവരാണ്, പഠിച്ച കാലത്ത് ഭക്ഷണം തന്നവരാണ്, കിതാബ് വാങ്ങി തന്നവരാണ്, പെട്ടി വാങ്ങി തന്നവരാണ്, പേന തന്നവരാണ്, പേപ്പർ തന്നവരാണ്. ഏതെങ്കിലും ഒരു നിലക്ക് സഹവാസം സ്ഥാപിച്ച ആളുകൾ ഒരുമിച്ചാണ് വിദേശത്ത് ജോലി ചെയ്തത്, ഒരേ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്, അവിടെയുള്ളത് ഇങ്ങോട്ടും ഇവിടെയുള്ളത് അങ്ങോട്ടും കൈമാറിയവരാണ്. അല്ലെങ്കിലോ ഞങ്ങളെ പറമ്പിൽ എല്ലാ വർഷവും തൊഴിലിന് വരുന്ന ആളാണ്. അങ്ങനെയൊക്കെ ആകാമല്ലോ ഏതെങ്കിലും ഒരു നിലക്കുള്ള സഹവാസം. ആ സഹവാസവും നല്ല ബന്ധം പുലർത്തേണ്ട ഒരു വിഭാഗമാണ്. ആ ബന്ധവും മറന്നു കളയേണ്ടതല്ല. അവരോടുള്ള സഹകരണവും വിട്ടുപോകാൻ പാടില്ല. വബിനിസ്സബീൽ, യാത്രക്കാരെന്ന് പറയുന്ന വലിയൊരു വിഭാഗം ക്ലേശം അനുഭവിക്കുന്നവരാണ്. എപ്പോഴും യാത്രക്കാരെ കണ്ടറിയണം, യാത്രക്കാർക്ക് സേവനം ചെയ്യണം. യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണം. യാത്രക്കാർക്കും സേവനം ചെയ്യേണ്ടതുണ്ട്. യാത്ര ചെയ്യാൻ പ്രയാസപ്പെടുന്ന, പണമില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് പണം കൊടുക്കണം.
യാത്രക്ക് എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ട് യാത്ര മുടങ്ങി നിൽക്കുന്ന ആളുകൾക്ക് സഹായം കൊടുത്ത് നാട്ടിലേക്ക് എത്തിക്കണം. ഇതെല്ലാം അതിന്റെ പരിധിയിൽപ്പെട്ടതാണ്. വമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങൾ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, നിങ്ങളുടെ കീഴിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ, നിങ്ങളുടെ കീഴിലുള്ള ആളുകൾ, അവരോടും നിങ്ങൾ സേവനം ചെയ്യണം. അടിമകളോടും സേവനം ചെയ്യണം, തൊഴിലാളികളോടും സേവനം ചെയ്യണം. ഇവർക്കൊക്കെ നല്ല ബന്ധം പുലർത്തേണ്ടതുണ്ട്. വല്ലദീന യസ്വിലൂന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, ബന്ധം പുലർത്താൻ കൽപ്പിക്കപ്പെട്ട തലങ്ങളോടൊക്കെ ബന്ധം പുലർത്തണം. ഖുർആൻ പണ്ഡിതന്മാര് പറയുന്നു, അതിൽ രണ്ടാമത്തൊരു പാർട്ടായി എണ്ണാൻ പറ്റുന്നത് മുഴുവൻ അമ്പിയാക്കളെ കൊണ്ടുമുള്ള വിശ്വാസമാണ്. അത് നമുക്ക് വേണം. പൂർവീകർ ചില അമ്പിയാക്കളെ മാത്രം വിശ്വസിക്കും, ചില നബിമാരെ വിശ്വസിക്കൂല. നമ്മൾ അങ്ങനെയല്ല, എല്ലാ നബിമാരെയും വിശ്വസിക്കണം, എല്ലാ നബിമാരെയും സ്നേഹിക്കണം. മൂന്നാമത്തെ ഒരു തലം മുഅ്മിനീങ്ങളോട് പൊതുവെയുള്ള ബന്ധമാണ്. എല്ലാ വിശ്വാസികളോടുള്ള ബന്ധം നമ്മൾ എണ്ണി പറഞ്ഞു. നാലാമത്തൊരു തലമുണ്ട്, എല്ലാ ജീവജാലങ്ങളോടും സൃഷ്ടിജാലങ്ങളോടും നല്ല ബന്ധം പുലർത്തണം. ഒരു സൃഷ്ടിയോടും സൂഉല്ലദബായി പെരുമാറരുത്. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിലേക്ക് ഒരു യാത്രാസംഘം വന്നപ്പോൾ മക്കയിൽ വെച്ച് മഹാനവറുകൾ ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ ഖുറാസാൻ നാട്ടുകാരാണ്, ഇവിടെയുള്ളവരല്ല. അവരോടൊരു ഉപദേശം കൊടുക്കുന്നു, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിച്ച് തഖ്വ ചെയ്ത് ജീവിക്കണം. വകൂനൂ മിൻ ഹൈതു ശിഅ്തും, ഏത് ഭാഗത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ലൗ അന്ന അബ്ദൻ അഹ്സനൽ ഇഹ്സാന കുല്ലഹു, ഒരു മനുഷ്യൻ എല്ലാ സേവനങ്ങളും ചെയ്തു, എല്ലാ ഇബാദത്തും എടുത്തു, വകാനത് ലഹു ദജാജ, അയാൾക്കൊരു കോഴി ഉണ്ടായിരുന്നു, ഫഅസായിലൈഹ, കോഴിയോട് അയാൾ മര്യാദക്കേട് കാണിച്ചു. കോഴി എന്തോ അപമര്യാദയായി പ്രവർത്തിച്ചപ്പോ കോഴിനെ എറിഞ്ഞുകൊണ്ട് അതിന്റെ കാലുടച്ചു, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അതിനെ വടി കൊണ്ടെടുത്ത് അടിച്ചു. ഒരുപാട് നേരം അത് കരഞ്ഞു, കൊക്കിക്കൊണ്ട് അത് പല ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയി. വേദന അനുഭവിച്ചാൽ, വിഷമം അനുഭവിച്ചാൽ, ലം യകുൻ മിനൽ മുഹ്സിനീൻ, അയാൾ നല്ല ആൾക്കാരെ കൂട്ടത്തിൽ പെടൂല. സത്യത്തിൽ ഇപ്പൊ ഒരു കോഴിനോടെ അയാളെ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ ഉണ്ടല്ലോ ആള്, സംഗതിയൊക്കെ എല്ലാ നിലക്കും പവർഫുള്ളാണ്. പക്ഷെ ആള് എവിടെ കാക്കയെ കണ്ടാലും കല്ലെടുത്ത് എറിഞ്ഞ് ഓടിച്ച് അടിച്ച് തള്ളിയിടാൻ ആള് മിടുക്കനാന്ന് പറയും. അതിന്റെ അർത്ഥം ആള് മിടുക്കനാന്നല്ല, ആള് മോശപ്പെട്ട ആളാണ്. കാക്കയും അള്ളാഹുവിന്റെ സൃഷ്ടികൾപ്പെട്ട ഒന്നല്ലേ? അൽ മുഅല്ലിമുൽ അവ്വലാണ്, മനുഷ്യന്റെ ആദ്യത്തെ ഗുരുവാണ് കാക്ക. കാക്കയാണല്ലോ മനുഷ്യര് എങ്ങനെ മറിയണമെന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ട് കാക്കൊരു മുഅല്ലിം എന്ന് പറയുന്ന റോളുണ്ട്, ഗുരു എന്നുള്ള റോള്. അത് ചെറിയൊരു പവറൊന്നുമല്ല. അതുകൊണ്ട് കാക്കയോടാണെങ്കിലും പൂച്ചയോടാണെങ്കിലും കോഴിയോടാണെങ്കിലും മര്യാദക്കേട് കാണിക്കാൻ പാടില്ല. ഒക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഒരു നായനെ കാണുമ്പോ നായ എന്ന് അതിനെ വില കുറച്ച് ഇകഴ്ത്തുന്ന രീതിയിൽ വിളിക്കാൻ പാടില്ല. ആ നായ അവിടെ കിടന്നോട്ടെ, നീ മറ്റൊരു വഴിക്ക് അങ്ങനെ വെക്കും. നിന്റെ നായ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരു നായക്ക് കിടക്കാൻ പാടില്ല എവിടെ? അത് പൊതുസ്ഥലത്താണ്, നിന്റെ സ്വന്തം വീട്ടിലൊന്നല്ല വന്ന് കിടന്ന്, പൊതുസ്ഥലത്ത് ഒരു വഴിയോരത്ത് കിടന്ന നീ വഴി മാറിയിട്ട് വേറൊരു വഴിക്ക് ഇങ്ങനെ പോകണം. നിന്റെ ശബ്ദം കൊണ്ട് അതിന്റെ ഉറക്കം കെടുത്താൻ പാടില്ല. കാണുമ്പോഴേക്ക് അതിനെ കല്ലെടുത്തതിൽ സുന്നത്തൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. എല്ലാ നായനറിയിലും സുന്നത്തുണ്ടാവും. അങ്ങനൊന്നുമില്ല. നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യൂലെന്ന് ചിലപ്പോ അതിന്റെ വാലൊക്കെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് എല്ലാവിധ നന്മയും താഴ്മയൊക്കെ കാണിച്ചു നിൽക്കും. എന്നാലും നമ്മളെ വക നായ അങ്ങനെ നിന്നാലൊന്നും അറിയാതിരുന്ന ഒരു കയ്യിനൊരു സുഖം കിട്ടൂല. അത് പറ്റൂല. നായൻ അങ്ങനെ എറിയാൻ പാടില്ല. കാരണല്ലാതെ എറിഞ്ഞാൽ നായനെ കൊണ്ടൊരു ഏറ് തിരിച്ച് നമുക്കും ആഖിറത്തിൽ വാങ്ങേണ്ടി വരും. ഒരു ജീവിയെയും അങ്ങനെ ചെയ്യാൻ പറ്റൂല. നായക്കും ഒരു ബഹുമാനമുണ്ടല്ലോ. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഹോട്ടലിന്റെയും മറ്റുമൊക്കെ പുറത്തുള്ള വേസ്റ്റ് കൊട്ടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരു നായ കുരച്ചുകൊണ്ട് അതിന്റെ അടുത്തേക്ക് വന്നപ്പോ ഉവൈസ് റളിയല്ലാഹു അൻഹു നായയോട് പറയുന്നു, കുൽ മിമ്മാ യലീക്, നിന്റെ അടുത്തുള്ള ഭാഗത്ത് നിന്ന് നീ കഴിച്ചോ. നിന്റെതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എന്റെ തൊട്ടടുത്തുള്ള നിന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്നെ കണ്ടിട്ട് നീ കുരക്കേണ്ടതില്ല.
ഫഇൻ ജുസ്തു സിറാത്ത ഫഅന ഖൈറും മിൻക. സിറാത്ത് വിട്ടുകിടക്കുന്നത് ഞാനാണെങ്കിൽ നിന്നെക്കാളും ഉത്തമൻ ഞാനാണ്, അല്ലെങ്കിലോ എന്നെക്കാളും മഹത്വമുള്ളത് നിനക്കാണ്. സിറാത്ത് വിട്ട് കടന്നിട്ടേ തീരുമാനിക്കാൻ പറ്റൂ. അതുകൊണ്ട് നീ എന്നോട് കൊരക്കരുത്. നിന്റെതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല, എടുത്തിട്ടില്ല. നീ അവിടുന്ന് കഴിച്ചോ, ഞാൻ ഇവിടുന്ന് കഴിച്ചോളാം. ഇങ്ങനെയാണ് അവരുടെ സ്വഭാവം. എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളോടും കാണിക്കേണ്ട ഒരു പെരുമാറ്റമുണ്ട്. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ എന്ന ആയത്തിന്റെ തഫ്സീറിൽ മൊത്തം സൃഷ്ടിജാലങ്ങളോട് കാണിക്കാനും ബന്ധം പുലർത്താനും അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. ആ ബന്ധങ്ങൾ പുലർത്തേണ്ടതുപോലെ പുലർത്തേണ്ടതുണ്ട്. എല്ലാറ്റിനും ഒരുപോലെ അല്ല. കണ്ടില്ലേ നിങ്ങൾ, പൂച്ചയുടെ വിഷയത്തിൽ തന്നെ ഒരു സഹോദരി നരകത്തിൽ പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആ പൂച്ചക്ക് നൽകിയ വലിയൊരു ശിക്ഷയാണ്. ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, കെട്ടയിച്ചു വിടാതെ കെട്ടിയിട്ട് പട്ടിണിയിലാക്കിയതിനെ കൊന്നുകളഞ്ഞു. അതിന് അല്ലാഹു തആല നരകമാണ് ശിക്ഷ കൊടുത്തതെങ്കിൽ എത്രയോ ഇബാദത്തും കാര്യങ്ങളൊക്കെ ഉള്ള പെണ്ണാണ്. പക്ഷേ ഒരു നന്ദി കേട് മതി. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിലോട് ഒന്നിനോട് നന്ദി കേട് കാണിച്ചാൽ മതി. ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഭാഗം മറക്കരുത്. ലം യകും മിനൽ മുശ്രിനീൻ. അയാൾ നല്ല ആൾക്കാരെ കൂട്ടത്തിൽ പെടൂല. ചിലതിനോടൊക്കെ ഒരു പ്രതിരോധം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ടാകും. നിബന്ധനകൾക്ക് വിധേയമായ പ്രതിരോധം ആവാം. അത്രേ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ നോക്ക്, വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ. ബന്ധം പുലർത്താൻ അല്ലാഹു തആല കൽപ്പിച്ച എല്ലാറ്റിനോടും നല്ല ബന്ധങ്ങൾ പുലർത്തണം എന്ന് പറഞ്ഞ ആയത്തിൽ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം സിലത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളോടുള്ള ബന്ധമാണ്. തങ്ങളെ സഹായിക്കലാണ്, അവിടുത്തെ ദീനിനെ കെട്ടിപ്പടുക്കലാണ്, അവിടുത്തെ ദീന് വളർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സഹായിക്കലാണ്. ഒറ്റപ്പെട്ട് ആരോടും ബന്ധമില്ലാതെ, സഹായമില്ലാതെ, സമ്പർക്കമില്ലാതെ നമ്മൾ കഴിയരുത്. നമ്മുടെ പെരടിയിലൊക്കെ ഒരു ചുമതലയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാന്നുള്ള ചുമതലയാണ്. അത് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ശൈലി ഉലമാ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അത് നല്ല ശൈലികളാണ്. അതേ ശൈലികളിൽ നമ്മൾ പ്രവർത്തനം തുടരണം. സ്ഥാപന സംരംഭങ്ങളെ സഹായിക്കുന്നതും ഒത്താശകൾ ചെയ്യുന്നതും വിഷയങ്ങൾ അന്വേഷിക്കുന്നതും വേണ്ട രൂപത്തിൽ മനസ്സാ വാചാ കർമ്മണ കൂടിക്കൊടുക്കുന്നതും ആ രൂപത്തിലുള്ള വലിയ സഹായമാണ്. കാരണം ആ സ്ഥാപനങ്ങളൊക്കെ ദീന് പഠിപ്പിച്ചുകൊണ്ട് ദീനുള്ള മുത്തഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ വളർത്തുകയാണ്. അതുകൊണ്ട് അവരോട് സഹായിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വലിയൊരു സിലത്താണ്, ബന്ധമാണ്. ബന്ധം പുലർത്താൻ അല്ലാഹു തആല കൽപ്പിച്ചു എന്ന് പറഞ്ഞതിൽ അങ്ങനെ ഒരു ബന്ധം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു എടുത്തു പറഞ്ഞെങ്കിൽ ആ ബന്ധം ചെറുതല്ല, വലിയ ബന്ധമാണ്. അതങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ആദരണീയരായ സയ്യിദ് മുത്തന്നൂർ തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി തങ്ങളുപ്പാപ്പ വരുന്നു. അല്ലാഹു തആല അവിടുത്തെ എല്ലാവിധ ഖിദ്മത്തിലും വലിയ ബറക്കത്ത് അല്ലാഹു തആല ഏറ്റി നൽകുമാറാകട്ടെ.